പാരാലിമ്പിക്സ് മറ്റൊരു പാരാലിമ്പിക്സ് കാലം കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. വൈകല്യമുള്ള കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന അന്താരാഷ്ട്ര കായിക മേളയാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1960-ലാണ്. 1960-ൽ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ വെച്ചാണ് പ്രഥമ പാരാലിമ്പിക്സ് അരങ്ങേറുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 പാരീസിൽ വെച്ച് നടന്നത് പാരാലിമ്പിക്സിന്റെ ചരിത്രത്തിലെ 17ാമത് എഡിഷൻ ആണ്. പാരീസ് നഗരം പാരാലിമ്പിക്സിന് വേദിയാകുന്നത് ഇതാദ്യമായിട്ടാണ്. എന്നാൽ ഫ്രാൻസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഫ്രാൻസിൽ വെച്ച് പാരാലിമ്പിക്സ് നടക്കുന്നത് ഇത് 2ാം തവണയാണ്. ആദ്യ തവണ ഫ്രാൻസ് വേദിയാകുന്നത് 1992-ലാണ്. ഓഗസ്റ്റ് മാസം 28 മുതൽ സെപ്റ്റംബർ മാസം 8 വരെ 170 വിവിധ രാജ്യങ്ങളിൽ നിന്നായി 4463 കായിക താരങ്ങൾ ഈ മേളയുടെ ഭാഗമായി മാറ്റുരയ്ക്കുന്നുണ്ട്. ആകെ ഈ പറയുന്ന 4463 കായിക താരങ്ങൾ 22 വ്യത്യസ്തങ്ങളായ കായിക ഇനങ്ങളാണ് ഈ 12 ദിനങ്ങളിലായി മാറ്റുരച്ചത്. ഇത്തവണത്തെ പാരാലിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ് ആപ്തവാക്യം. പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണുമാണ്. ഇന്ത്യ അറ്റ് പാരാലിമ്പിക്സ്. ഇന്ത്യ ആദ്യമായി പാരാലിമ്പിക്സിന് വേദിയാകുന്നത് 1968-ൽ ഇസ്രായേൽ വെച്ചിട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 ഇത്തവണ പാരീസിൽ വെച്ച് നടന്നത് ഇന്ത്യ പങ്കെടുക്കുന്ന 13ാമത് എഡിഷനാണ് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിൽ നിന്നും ഇത്തവണ ആകെ 84 കായിക താരങ്ങളാണ് പങ്കെടുത്തത്. ഈ 84 കായിക താരങ്ങൾ 12 വ്യത്യസ്ത കായിക ഇനങ്ങളായി മാറ്റിവെക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ഷോട്ട് പുട്ട് താരമായ ഭാഗ്യശ്രീ ജാദവും ജാവലിൻ ത്രോ താരമായ സുമിത് ആൻഡിലുമാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമായ പ്രീതി പാലും അതുപോലെ തന്നെ അമ്പെയ്ത്ത് താരമായ ഹർവീന്ദർ സിംഗുമാണ്. പാരീസ് പാരാലിമ്പിക്സിലെ മെഡൽ നേട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1ാം സ്ഥാനം അടിച്ചുകൊണ്ട് പോകുന്നത് ചൈനയാണ്. 219 മെഡലുകളാണ് ചൈന ഒറ്റയ്ക്ക് നേടുന്നത്. ചൈന നേടിയ ആ 219 മെഡലുകളിൽ 94 സ്വർണം, 75 വെള്ളി, 50 വെങ്കലവും ഉൾപ്പെടുന്നുണ്ട്. 2ാം സ്ഥാനം കൊണ്ടുപോകുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ ആകെ നേടിയത് 124 മെഡലുകളാണ്. ബ്രിട്ടൻ നേടിയ ആ 124 മെഡലുകളിൽ 49 സ്വർണവും 44 വെള്ളിയും 31 വെങ്കലവും അടങ്ങുന്നുണ്ട്. 104 മെഡലുകളുമായി അമേരിക്കയാണ് ഇത്തവണ 3ാം സ്ഥാനത്തുന്നത്. അമേരിക്ക നേടിയ ആ 104 മെഡലുകളിൽ 36 സ്വർണവും 41 വെള്ളിയും 27 വെങ്കലവും അടങ്ങുന്നുണ്ട്. ഇന്ത്യക്ക് ലഭിച്ച ആ 29 മെഡലുകളിൽ ഏറ്റവും കൂടുതൽ മെഡൽ സംഭാവന ചെയ്ത കായിക ഇനം ഏത് എന്ന് ചോദിച്ചാൽ അത് അത്ലറ്റിക്സ് ആണ്. അത്ലറ്റിക്സിലാകെ 17 മെഡലുകളാണ് ഇന്ത്യ കരസ്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ബാഡ്മിന്റണിൽ 5, ഷൂട്ടിങ്ങിൽ 4, അമ്പെയ്ത്തിൽ 2, ജൂഡോയിൽ 1, അങ്ങനെ ആകെ 29 മെഡലുകൾ ഇന്ത്യ നേടുന്നുണ്ട്. ഇന്ത്യൻ സ്വർണ്ണ മെഡൽ ജേതാക്കൾ. ഇന്ത്യക്ക് ലഭിച്ച ആ 7 സ്വർണ്ണ മെഡൽ ജേതാക്കളിൽ ആദ്യ വ്യക്തിയെ പരിചയപ്പെടാം. ആവണി ലഖാര. ഷൂട്ടിംഗ് താരമാണ് ആവണി ലഖാര. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ ഇത്തവണ സ്വർണ്ണ മെഡൽ നേടുന്നു ആവണി. ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ഇത്തവണ നേടുന്നതും ആവണി ലഖാരയാണ്. ഇതേ വിഭാഗത്തിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ കഴിഞ്ഞ തവണ നടന്ന ടോക്കിയോ പാരാലിമ്പിക്സിലും ആവണി ലഖാര സ്വർണ്ണ മെഡൽ നേടുന്നുണ്ട്. ഇതോടുകൂടി തുടർച്ചയായ 2 പാരാലിമ്പിക്സുകളിൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമായി ആവണി ലഖാര മാറുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരമായി മാറുന്നു ഈ രാജസ്ഥാൻ സ്വദേശി. ഇനി നമ്മൾ പരാമർശിക്കേണ്ട പേര് സുമിത് ആൻഡിൽ എന്ന പേരാണ്. ജാവലിൻ ത്രോ താരമാണ് സുമിത് ആൻഡിൽ. പുരുഷന്മാരുടെ F64 ജാവലിൻ ത്രോ വിഭാഗത്തിലാണ് സുമിത് ആൻഡിൽ ഇത്തവണ സ്വർണ്ണ മെഡൽ നേടുന്നത്. കഴിഞ്ഞ തവണ നടന്ന ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേ വിഭാഗത്തിൽ സുമിത് ആൻഡിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. അതോടുകൂടി തുടർച്ചയായ 2 പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടുന്ന താരമായി ഈ ഹരിയാന സ്വദേശി മാറുന്നുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് മറ്റൊരു ജാവലിൻ ത്രോ താരത്തെയാണ്. നവദീപ് സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുരുഷന്മാരുടെ F41 ജാവലിൻ വിഭാഗത്തിലാണ് നവദീപ് സിംഗ് മത്സരിച്ച് സ്വർണ്ണ മെഡൽ നേടുന്നത്. ശരിക്കും അദ്ദേഹത്തിന് ആദ്യം വെള്ളി മെഡലാണ് കിട്ടിയിരുന്നത്.
ഇറാന്റെ സദേഗ് ബെയ്ത്ത് എന്ന് പറയപ്പെടുന്ന താരമായിരുന്നു സ്വർണ്ണ മെഡൽ ജേതാവ്. എന്നാൽ വിജയശേഷം സദേഗ് ബെയ്ത്ത് തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്ന ഒരു പതാക ഉയർത്തി കാണിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് വെള്ളി മെഡൽ ജേതാവായ നവദീപ് സിംഗ് സ്വർണ്ണ മെഡലിലേക്ക് മാറുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. നവദീപ് സിംഗിന്റെ സ്വദേശം ഹരിയാനയാണ്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട പേര് അമ്പെയ്ത്ത് താരമായ ഹർവീന്ദർ സിംഗിനെ കുറിച്ചാണ്. ഹർവീന്ദർ സിംഗ് ഇത്തവണ പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിത്തരുന്നുണ്ട്. ചരിത്രമാണ്. പാരാലിമ്പിക്സിന്റെ ചരിത്രത്തിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരമാണ് ഹർവീന്ദർ സിംഗ്. ഹരിയാന സ്വദേശിയാണ് ഹർവീന്ദർ സിംഗ്. ബാഡ്മിന്റണിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യക്ക് ആകെ 5 മെഡലുകളാണ് ലഭിച്ചത്. ആ 5 മെഡലുകളിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തരുന്നത് നിതേഷ് കുമാറാണ്. രാജസ്ഥാൻ സ്വദേശിയാണ് നിതേഷ് കുമാർ. പുരുഷൻ വിഭാഗം സിംഗിൾസിലാണ് നിതേഷ് കുമാർ സ്വർണ്ണ മെഡൽ നേടിത്തരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഹൈജമ്പിൽ പ്രവീൺ കുമാറും ക്ലബ് ത്രോയിൽ ധരംബീർ നെയ്നും ഇന്ത്യയുടെ ആ 7 സ്വർണ്ണ മെഡലിന്റെ ഭാഗമായി മാറുന്നുണ്ട്. സ്വർണ്ണ മെഡൽ നേടിയില്ല എങ്കിലും തിളങ്ങി നിന്ന കുറച്ച് പേരുകളെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പരാമർശിക്കേണ്ട പേരാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രീതി പാലിന്റെ പേര്. ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ് പ്രീതി പാൽ. ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഒരു പാരാലിമ്പിക്സിൽ ഒരു മെഡൽ ലഭിക്കുന്നത്. വനിതകളുടെ 100 മീറ്റർ T35 വിഭാഗത്തിലും വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിലും ഈ 2 വിഭാഗത്തിലും ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിത്തരുന്നു പ്രീതി പാൽ. ഇതോടുകൂടി ഇത്തവണത്തെ പാരീസ് പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഏക താരമായി പ്രീതി പാൽ മാറുന്നുണ്ട്. ഇനി നമുക്ക് പരാമർശിക്കേണ്ട പേര് അമ്പെയ്ത്ത് താരമായ ശീതൽ ദേവിയെ കുറിച്ചാണ്. ഇത്തവണത്തെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ശീതൽ ദേവി. ജമ്മു കാശ്മീർ ആണ് ശീതൽ ദേവിയുടെ സ്വദേശം. ഇനി നമുക്ക് പരാമർശിക്കേണ്ട പേര് കപിൽ പർമാർ എന്ന പേരാണ്. ജൂഡോയാണ് കപിൽ പർമാറിന്റെ മേഖല. മധ്യപ്രദേശാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ജൂഡോ എന്ന് പറയപ്പെടുന്ന കായിക മേഖലയിൽ ഇതാദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഒരു പാരാലിമ്പിക് മെഡൽ ലഭിക്കുന്നത്. വെങ്കല മെഡലാണ് കപിൽ പർമാർ കരസ്ഥമാക്കുന്നത്. ഇനി നമുക്ക് പരാമർശിക്കേണ്ടത് മലയാളിയെ കുറിച്ചാണ്. പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഏക മലയാളിയായി മാറുന്നു സിദ്ധാർത്ഥ് ബാബു. ഷൂട്ടിംഗ് താരമാണ് സിദ്ധാർത്ഥ് ബാബു. ഇനി ഒരു ഒളിമ്പിക്സ് കാലത്തിന് കൂടി, ഇനി ഒരു പാരാലിമ്പിക്സ് കാലത്തിന് കൂടി 4 വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 2028 വരാനിരിക്കുന്ന പാരാലിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. പിറക്കാനിരിക്കുന്ന പുതിയ റെക്കോർഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.